സ്ഥിരമായി ചപ്പാത്തിയും കറിയൊക്കെ കഴിച്ചു മടുത്തവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് മിക്സഡ് വെജിറ്റബിൾ പറാട്ട. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ടും ഓഫീസിലേക്കും ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. വെജിറ്റബിൾ പറാട്ട ഉണ്ടാക്കാനായി ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കവും കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാബേജും വളരെ പൊടിയായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം നമ്മൾക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനായി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം നന്നായി ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കൊത്തി എരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ കൊത്തി എരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചോപ്പറിലിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുത്തതാണ് ഇതെല്ലാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പച്ചക്കറികളൊക്കെ വെള്ളമൊക്കെ വലിഞ്ഞ് ചെറുതായി ഒന്ന് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾക്ക് പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പച്ചക്കറികളൊക്കെ ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം മൂടി വെച്ച് നമ്മൾക്ക് ചെറുതീയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ചാട്ട് മസാലയോ ജീരകപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പുഴുങ്ങി ഉടച്ചെടുത്ത 2 വലിയ ഉരുളക്കിഴങ്ങ് നമ്മൾക്ക് ചേർത്ത് കൊടുക്കുക. കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണിത്. നിങ്ങൾ ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചക്കറി വേവിച്ചതും ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതുമൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങും പച്ചക്കറികളുമൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. വെജിറ്റബിൾ പറാട്ടയ്ക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ മിക്സ് തണുക്കാനായി മാറ്റി വയ്ക്കാം. വെജിറ്റബിൾ മിക്സ് ചൂടാറാൻ വെച്ച സമയം കൊണ്ട് നമ്മൾക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അതിനായി ഞാനിവിടെ 1.5 കപ്പ് ആട്ടമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് മാവ് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കുള്ള മാവ് ഇവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. അതിനുശേഷം നമ്മൾക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. ഈ സമയം കൊണ്ട് വെജിറ്റബിൾ മിക്സ് ഒക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പറാട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമ്മൾക്ക് മാവിൽ നിന്നും ഓരോ ഉരുളകളായി എടുത്ത് ചപ്പാത്തി പരത്തിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മിക്സിൽ നിന്ന് ഒരു ഉരുള ഉരുട്ടിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ ചപ്പാത്തിയുടെ നടുക്ക് വെച്ച് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കുക. ഇനി ഈ ചപ്പാത്തി ഇതിന്റെ മുകളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക.
ഇനി ഒന്നുകൂടി പൊടി തൂവി ഇത് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. അധികം പ്രസ് ചെയ്ത് പരത്തരുത്. അധികം ബലം കൊടുക്കാതെ ചെറുതായി ഒന്ന് പരത്തിയെടുക്കാം. ഇതേപോലെ എല്ലാ പറാട്ടയും നമ്മൾക്ക് പരത്തിയെടുക്കാം. ഇനി നമ്മൾക്കിത് ചൂടായ തവയിലേക്കിട്ട് തിരിച്ചും മറിച്ചുമിട്ട് നന്നായി പറാത്ത ചുട്ടെടുക്കാം. ഇടയ്ക്കൊന്ന് രണ്ട് വശത്തുമായി ഓയിൽ തടവി കൊടുക്കുക. ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മിക്സഡ് വെജിറ്റബിൾ പറാട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞാലും വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ലൊരു പറാട്ടയാണ്. വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഒരു റൈത്തയോ അച്ചാറോ എന്തെങ്കിലുമൊക്കെ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മിക്സഡ് വെജിറ്റബിൾ പറാട്ട നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.